ഇന്നലെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇടിയും വെട്ടി മഴയായിരുന്നു. കുറേ അധികം മണ്ണെല്ലാം കുത്തിയൊലിച്ച് പോയിട്ടുണ്ട്. ഇതേ ചെറുതിൽ തന്നെ പൂക്കുന്ന മാവാണ് ഞങ്ങളുടേത്. കഴിഞ്ഞ കൊല്ലം പൂത്തിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലവും അധികം അതിനേക്കാൾ കൂടുതൽ മാവ് പൂത്ത് കണ്ണിമാങ്ങയൊക്കെയായിട്ട് നിന്നതായിരുന്നേ. പക്ഷേ ഇന്നലത്തെ മഴയത്ത് കുറേ അധികം പൊഴിഞ്ഞു പോയി. ഞാനിത് കാണിക്കണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു വീഡിയോ. പക്ഷേ ഇന്നലത്തെ മഴയത്ത് കുറേ അധികം അങ്ങ് പൊഴിഞ്ഞു പോയി. ഇനി കിട്ടുമായിരിക്കും. പിന്നെയും ഉണ്ട് കുറേ. ചേട്ടന് ഈ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഫലവൃക്ഷങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. പിന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഏപ്രിൽ 5-ാം തീയതി തുടങ്ങും. കൊടിയേറ്റമാണെന്ന്. അപ്പം അതിനോടനുബന്ധിച്ച് പറ എഴുന്നള്ളത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇന്നാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ വീടും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടായിരുന്നു കിടന്നത്. തൂത്ത് പുല്ലൊക്കെ ചെറുതാക്കിയുള്ളതൊക്കെ പറിച്ച് കളഞ്ഞ് നന്നാക്കിയാക്കിയാണ് കിടന്നത്. പക്ഷേ ഇന്നലത്തെ മഴയത്ത് തൂത്ത് വൃത്തിയാക്കിയിട്ട് എല്ലാം അപ്പടി വേസ്റ്റായി. എല്ലാം ഇലയെല്ലാം കയറി പരുവായി. അത്ര കാറ്റും മഴയുമായിരുന്നേ. പക്ഷേ നനയ്ക്കുക എന്നുള്ളൊരു കടമ്പ ഇന്നലെ കഴിഞ്ഞ് കിട്ടി. നമ്മൾ എത്ര നനച്ചാലും കിട്ടാത്ത അത്രയും തണുവും മണ്ണിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയെടുത്ത ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ ചെറിയ ഒരു ഏരിയ കേട്ടോ. മീഷോയിൽ നിന്ന് മേടിച്ച ചെടിച്ചട്ടിയായി. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി ഒരു 10 എണ്ണം 335 രൂപയായിരുന്നു. ഞങ്ങൾക്ക് വീടിൻ്റെ അകത്ത് അധികം ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ഒരു സ്നേക്ക് പ്ലാന്റ് മാത്രമാണ് ഞാൻ ജസ്റ്റ് വെച്ചിട്ടുള്ളത്. അത് സ്റ്റെയറിൻ്റെ മേളിൽ കയറ്റി വെച്ചിരിക്കുക. അല്ലെങ്കിൽ കല്ലും എല്ലാം പറിച്ച് കളയും. കല്ല് കുറച്ചുകൂടെ വലുതായിട്ട് അകത്തൊക്കെ ചെടി വെക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അകത്തൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ മഴ കഴിഞ്ഞിട്ടുള്ള പ്രകൃതി കാണുക എന്നുള്ളൊരു പ്രത്യേക രസം. അത്ര മഴയാണെങ്കിൽ നല്ല തണുവ് കിട്ടുമല്ലോ. ഇവിടേക്ക് എത്ര നനച്ചാലും ഒരു ഒരു തണുവ് കിട്ടാത്ത രീതിയിലുള്ള വെയിലായിപ്പോൾ. അത് മഴ കാരണം നല്ല രീതിയിലൊരു ഒരു തണുവ് കിട്ടിയിട്ടുണ്ട്. നനച്ച് കഷ്ടപ്പെടണ്ട. ഇനിയിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് കടമ്പ എന്ന് പറയുന്നത്. കാരണം ഇന്ന് പറ വരുന്നത് എപ്പോൾ വരുമെന്ന് നമുക്കൊരു ഉദ്ദേശമില്ല. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. അതിന് മുന്നേ ഈ മഴയുടെ ഒരു പ്രതീതി കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഞാൻ. നന്ദിയാർവട്ടമൊക്കെ പൂത്ത് മൊത്തം പൂവും പൊഴിഞ്ഞ് താഴെ കിടപ്പുണ്ട്. ആ ഇലയില്ലായിരുന്നെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. ഇതിപ്പോൾ നല്ല രസമായി കാണാനായിട്ട്. അപ്പോൾ ഇന്നത്ര വീഡിയോ ഉള്ളൂ. ഒത്തിരി ജോലിയുണ്ട്. ഇന്ന് പറ വരുന്നത് മുൻപായിട്ട് നമ്മളെല്ലാം റെഡിയാക്കി ഇടണം. ഇന്നലെ ചെയ്തതും കൂടെ ഇന്ന് ചെയ്യേണ്ടി വരും, ഇലയെല്ലാം മാറ്റാനായിട്ട്. ശരി, എന്നാൽ ഇന്നത്തെ ജോലികൾ തുടങ്ങട്ടെ.